നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിഷ്ണു സഹസ്രനാമം ചെല്ലുമ്പോൾ അതിലേക്ക് ലയിച്ചു വേണം ചെയ്യാൻ. അതുകൊണ്ടാണ് ചിലരുടെ പൂജകൾ ചെയ്താൽ ചിലർക്ക് ഫലമില്ല, ചിലർക്ക് ഫലമുണ്ട് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ അടുക്കളയിൽ തന്നെ നമ്മൾ ചായ ഉണ്ടാക്കുകയാണ്, എക്സാമ്പിൾ ചായ ഉണ്ടാക്കാം. ഈ ചായ ഉണ്ടാക്കുമ്പോൾ ആ ചായ എത്ര പാല് വേണം, ഇത്ര പഞ്ചസാര വേണം, ഇത്ര തേയില വേണം എന്നൊക്കെ നമുക്ക് കണക്ക് വേണം. ഈ കണക്കിലുണ്ടാക്കിയാൽ മാത്രമേ ചായ നന്നാവുള്ളൂ, അല്ലാതെ കുറേ വെള്ളത്തിൽ ചായപ്പൊടി ഇട്ട ചായ ശരിയാവില്ല എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെയധികം കോൺസെൻട്രേഷൻ വേണം. ഇപ്പോൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ വേണം, അതുപോലെ തയ്ക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും കോൺസെൻട്രേഷൻ വേണം. അതുപോലെ പൂജ ചെയ്യുമ്പോഴോ നമ്മൾ അതിലേക്ക് പൂർണ്ണമായി ലയിച്ചിരുന്നാൽ മാത്രമേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. അല്ലാതെ വെറുതെ എന്തൊക്കെയോ കാണിച്ചു, ഞാൻ പൈസ കൊടുത്തില്ലേ പറഞ്ഞിട്ട് കാര്യമില്ല. പൈസക്കാൾ മൂല്യം നമ്മൾ പ്രാർത്ഥനയൊക്കെയാണ് കാര്യം. മാത്രമല്ല പൂജ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ദിവസവും ആ ഭഗവാനെ പ്രാർത്ഥിക്കാം. ഭഗവാനെ എൻ്റെ കാര്യങ്ങൾക്ക് ഒരു ഭംഗിയായി തന്നതിന് നന്ദി, ഭംഗിയാക്കി തരണേ എന്നല്ല പ്രാർത്ഥിക്കണത്, എനിക്ക് ഇതെല്ലാം ലഭിച്ചതിന് നന്ദി. നമുക്ക് താങ്ക് യുവും ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ എന്ത് ചെയ്താലും അതിന് ഫലമില്ല. അപ്പോൾ പൂജാരി പൂജ ചെയ്താലും അദ്ദേഹത്തിനോട് നമ്മൾ നന്ദി പറയണം. കാരണം നമുക്ക് വേണ്ടി ഇത്രയും സമയം, പൈസയുടെ പ്രശ്നമല്ല അവിടെ, നമുക്ക് വേണ്ടി ഇത്ര സമയം ചെലവഴിച്ച് നമുക്ക് വേണ്ടി പൂജ ചെയ്ത പൂജാരിയോടും അത് ഭഗവാൻ നമ്മുടെ കൂടെ വന്നിരുന്ന ഭഗവാനോടും എല്ലാത്തിനോടും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കുള്ളൂ. പിന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്തൊക്കെയോ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്.